തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നായകനായ ചിത്രം ജനനായകൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ആദ്യ ഷോ ആരംഭിച്ചു. പാട്ടും നൃത്തവുമായി റിലീസ് ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ. കൊച്ചിയിൽ നിന്നും സൈഫുനിസ ചേരുന്നു. സൈഫു, നമുക്കറിയാം ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് ജനനായകൻ റിലീസിനെത്തുന്നത്. 6 മാസമാണ് ഈ ജനനായകന്റെ റിലീസ് നീണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനുവരിയിൽ റിലീസാക്കേണ്ടതായിരുന്നു. പക്ഷേ ആ ആവേശം ഒട്ടും ചോരാതെ ആരാധകർ ഇപ്പോഴും വിജയുടെ സിനിമ കാണാനായി, അവസാന സിനിമ കാണാനായി ക്യൂവിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ? തീർച്ചയായും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന സിനിമയാണ് ജനനായകൻ എന്നാണ് പറയുന്നത്. എന്തായാലും ആ സിനിമ കാണുവാനായാണ് ഇപ്പോൾ 100 കണക്കിന് ആളുകൾ എറണാകുളം കവിതാ തിയേറ്ററിനകത്തേക്ക് കയറിയിരിക്കുന്നത്. ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ അല്പസമയത്തിനകം മുമ്പ് തുടങ്ങി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വിജയുടെ വലിയൊരു കട്ടൗട്ടിന് താഴെയാണ്. ഈ കട്ടൗട്ടിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ നടന്നത്. പാലൊഴിക്കലും പാലഭിഷേകവും ഒക്കെ ആയിട്ടുള്ള വലിയ ആഘോഷങ്ങൾ നടന്നിരുന്നു. ദളപതിയുടെ ഫാൻസ് അസോസിയേഷൻ്റെ, വെൽഫെയർ അസോസിയേഷൻ്റെ ഒക്കെ ഭാഗമായാണ് ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. സിനിമ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സിനിമ കാണാനായി ഓടി വരുന്ന ആളുകൾ നമുക്ക് കാണാം. ഓടി വരികയാണ്. സിനിമ കാണാൻ പോകണോ? തമിഴ്നാട് ദളപതി അതാണ്. ആ സിനിമ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വിജയെ സ്ക്രീനിൽ വരുന്നത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് തോന്നുന്നു വിജയുടെ സ്ക്രീനിലൊരു സീൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമെന്ന് തോന്നുന്നു. കാരണം കുറേ പേര് ടിക്കറ്റ് കിട്ടാതെയൊക്കെ പുറത്ത് കാത്തു നിൽക്കുന്നവരുണ്ട്. അവർക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. അതിനൊപ്പം തന്നെ നമുക്കും എന്തെങ്കിലും ചില ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. വിജയുടെ വലിയ ഫാനാണോ? വിജയുടെ വലിയ ഫാനാണ്. എറണാകുളം ജില്ലാ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഞാൻ ഈ സംഘടന പ്രസിഡന്റാണ്. എങ്ങനെയുണ്ട് വിജയുടെ അവസാനത്തെ ഒരു ചിത്രമാണ്? ഇത് കാണണല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. ലീക്കായ പടമാണ് ഈ കാണുന്നത് എന്നുള്ളതെന്ന് പറയാം. ഭയങ്കര രീതിയിൽ ഭയങ്കര പരിപാടിയായിരിക്കും. ഭയങ്കര പരിപാടികൾ ചെയ്യണം. സ്ക്രീനിൽ കാണാം. വിജയ് സ്ക്രീനിൽ കാണാം. അടിപൊളി ഒരു ആക്ഷനോടുകൂടിയാണ് വിജയുടെ ജനനായകന്റെ പേരെഴുതി കാണിക്കുകയാണ് തിയേറ്ററിൽ. ആ ജനനായകനെ കാണുമ്പോഴുള്ള ആവേശവും ആഘോഷവുമാണ് ഈ കാണുന്നതൊക്കെ തന്നെ. എന്തായാലും ഹിറ്റായ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അതായത് റിലീസിന് മുമ്പേ ഹിറ്റായ ചിത്രം ജനുവരിയിൽ റിലീസ് ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങളൊക്കെ കൊണ്ട് സെൻസർ ബോർഡ് റിലീസ് അനുമതി തടഞ്ഞത് കൊണ്ടൊക്കെ തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്താൻ വൈകിപ്പോയതായിരുന്നു. എന്തായാലും ഇപ്പോൾ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകരെല്ലാവരും തന്നെ തിയേറ്ററിനകത്തേക്ക് കയറിയിരിക്കുന്നു. സിനിമ കാണാനായി അകത്തേക്ക് കയറിയിരിക്കുന്നു. നല്ല തിരക്കുണ്ടോ? കൂടുതൽ പേര് കയറിയിട്ടുണ്ടോ? എന്തോ ഒരു ഫുൾ ആൾ കയറിയിട്ടുണ്ട്. വലിയ ആവേശമായിരിക്കും അല്ലേ? ശരി. അതാണ് വലിയ ആഘോഷത്തോടെ. എപ്പോഴാണ് ഷോ? എപ്പോഴാണ്? 6. അപ്പോൾ വൈകിപ്പോയി അല്ലേ? തുടങ്ങി സിനിമ കാണാനായിട്ട് വരുന്ന ആളുകളാണ്. ഇനി ഇപ്പോൾ നമുക്ക് ഒരു 2.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരും ചിത്രം കഴിഞ്ഞ് പ്രേക്ഷകർ പുറത്തിറങ്ങി അവരുടെ ഒരു സന്തോഷം എന്താണെന്ന് പങ്കുവയ്ക്കുവാനായി. ശരി സൈഫു, കൊച്ചിയിൽ നിന്നാണ് സൈഫുനിസ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് മുബാറക്ക് കൂടി ചേരുന്നു. മുബാറക്ക്, നേരത്തെ ഇപ്പോൾ സൈഫുനിസ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ നിരവധി ആരാധകരാണ് 6 മണിക്ക് തന്നെ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു 6 മാസത്തെ വൈകി റിലീസ് ചെയ്യുന്നു എന്നതൊന്നും ആരാധകരെ ഒട്ടും ബാധിച്ചിട്ടില്ല. 6 മാസമാണ് വിജയുടെ കരിയറിൽ ഒരു അവസാന സിനിമയ്ക്കായി കാത്തിരിക്കേണ്ടി വന്നത്. കോഴിക്കോട് എന്താണ് അവസ്ഥ? ഇതേ ആവേശം കോഴിക്കോടും ഉണ്ടോ?
അഖില, ആവേശത്തിന് കോഴിക്കോടും ഒരു കുറവുമില്ല എന്നുള്ളതാണ്. കോഴിക്കോട് അപ്സര തിയേറ്ററിലാണ് ഇവിടെ ആരാധകരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജില്ലാ ഫാൻസ് അസോസിയേഷൻ ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലൊക്കെ ഇത്തരത്തിൽ ഫാൻ ഷോ നടത്തുന്നത്. അപ്സര തിയേറ്ററിൽ രാവിലെ 6 മണിക്കാണ് ഫാൻ ഷോ. ആരാധകരെല്ലാവരും തന്നെ എത്തി. എല്ലാവരും ഈ കാണുന്ന തിയേറ്ററിനകത്ത് പ്രവേശിച്ചു. ഇനി അവസാനം കുറച്ച് ആളുകൾ അവരുടെ കൂട്ടുകാർ ടിക്കറ്റ് കൈവശപ്പെടുത്തിയതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. അവരാണ് ഇനി ബാക്കിയുള്ളത് എന്നുള്ളതാണ്. ബാക്കി എല്ലാ ആളുകളും തന്നെ കയറി. വലിയ ആഘോഷമായിരുന്നു രാവിലെ തന്നെ ഇവിടെ കൊടിതോരണങ്ങൾ. അതായത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം TVKയുടെ കൊടിയും പോസ്റ്ററുകളടക്കം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിജയുടെ ഒരു 50 അടി 60 അടി വരുന്ന കട്ടൗട്ടുണ്ട്. ആ കട്ടൗട്ടിൽ പൂമാല ചാർത്തി രാവിലെ തന്നെ നാസിക് ഡോളിന്റെ അകമ്പടിയും ആരാധകരെല്ലാം തടിച്ചുകൂടുകയും TVKയുടെ കൊടിയും ഫ്ലാഗുകളും അതുപോലെ പോസ്റ്ററുകളെല്ലാം ഇതുപോലെ തിയേറ്ററിന്റെ പരിസരത്താകെ പതിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് വലിയ ആവേശമുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തിയേറ്ററിന്റെ മുൻവശത്തെല്ലാം ബൈക്കുകളെല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്നു. രാവിലെ തന്നെ ശക്തമായൊരു മഴയുണ്ടായിരുന്നു. അതിനെല്ലാം വകവയ്ക്കാതെ ആരാധകർ ഇവിടേക്ക് ഓടിയെത്തി എന്നുള്ളതാണ് വലിയ ആവേശമെന്ന് തന്നെ പറയണം. നമ്മൾ പറഞ്ഞ പോലെ 6 മാസക്കാലം വിജയുടെ ഒരു ചിത്രത്തിനായി ആരാധകർ കാത്തിരുന്നു. വിജയ് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് ഈ ചിത്രം റിലീസ് ചെയ്യണമെന്ന് കരുതിയാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ സിനിമ റിലീസിനായി ശ്രമിച്ചിരുന്നത്. പക്ഷേ വിവിധ കാരണങ്ങൾ കൊണ്ട് സെൻസർ ബോർഡുമായുണ്ടായ തർക്കം, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടെല്ലാം ചിത്രം വഴുകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ 6 മാസങ്ങൾക്കിപ്പുറം അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ശ്രീ ജോസഫ് വിജയ് ചുമതലയേറ്റു. അതിനുശേഷം ആരാധകരുടെ അതായത് ആരാധകരുടെ സ്വന്തം ദളപതി വിജയ് അങ്ങനെ അവസാന ചിത്രം എന്ന് പറയപ്പെടുന്ന ജനനായകനിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആരാധകരുടെ ആവേശത്തിന് ഒരു കുറവുമില്ല. കോഴിക്കോടും വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും സിനിമ 9 മണിക്കായിരിക്കും കഴിയുക. 9 മണിക്ക് ശേഷം ഇവിടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാവും. കട്ടൗട്ടിൽ പാലഭിഷേകം അടക്കമുള്ള കാര്യങ്ങൾ ആരാധകർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു കാഴ്ചകളിലേക്കാണ് നമുക്ക് വരേണ്ടതുള്ളത്. എന്തായാലും ആവേശത്തിനൊരു കുറവുമില്ല. അഖില, മഴ പെയ്ത എന്റെ ബാക്ക് വലിയുണ്ട്. ശരി, മുബാറക്കാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ഒരുപക്ഷെ തിരുവനന്തപുരത്തെ കാര്യം ഏറെ വ്യത്യസ്തമാണ്. കാരണം വിജയ്ക്ക് ഒന്നുകൂടെ തമിഴ്നാട് ഒന്നുകൂടെ അടുത്ത് നിൽക്കുന്ന ഒരു ജില്ലയായതിനാൽ നിരവധി ആരാധകർ അവിടെ എത്തിയിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സനിസ ചേരുന്ന വിവരങ്ങളുമായി. സനിസ, നമുക്കറിയാം ഒരു 6 മാസം നീണ്ട നിയമ പോരാട്ടം. അപ്പോൾ ഒടുവിൽ റിലീസിന് അനുമതി നൽകിയിരിക്കുന്നു. മാത്രമല്ല 1.5 കോടി പേർ ഈ സിനിമ ചോർന്നു. അത്തരത്തിൽ 1.5 കോടി പേർ കണ്ടു എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ് ഈ 6 മണിക്ക് തന്നെ ഹൗസ്ഫുൾ ആയിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ 100 കോടി ക്ലബിൽ കയറും ജനനായകൻ എന്നുള്ളൊരു പ്രതീതിയാണോ തിരുവനന്തപുരത്തുള്ളത്? അതേ, ഇപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് വിജയുടെ അവസാന സിനിമ കാണാൻ വേണ്ടി കയറി കഴിഞ്ഞു. നേരത്തെ ഒരു 5 മണി മുതലുള്ള ഇവിടുത്തെ ഈ ന്യൂ തിയേറ്ററിലെ ഇവിടെ തിരുവനന്തപുരത്തെ ന്യൂ തിയേറ്ററിലെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും അത്രയേറെ ഫാൻസ് ആണ്, ആരാധകരാണ് വിജയുടെ അവസാനത്തെ സിനിമ കാണാൻ വേണ്ടി ഇവിടത്തേക്ക് എത്തിച്ചേർന്നത്. എങ്ങനെയാണോ തമിഴ്നാട്ടിൽ വിജയ് അതുപോലെ തന്നെയാണ് കേരളത്തിലും എന്നാണ് അവർ ഓരോരുത്തരും പറയുന്നത്. അഡോപ്റ്റഡ് സൺ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വിജയുടെ വലിയൊരു ബാനർ കാണാൻ കഴിയും. അതും ജനങ്ങൾക്കൊപ്പം സെൽഫി എടുക്കുന്ന ഒരു ബാനർ. ജനങ്ങൾ വിലയിരുത്തി ജനനായകനാക്കി എന്നൊക്കെയാണ് പറയുന്നത്. റോഡിലേക്ക് നമ്മൾ ക്യാമറ ഒന്ന് ചരിച്ചാൽ ഒന്ന് സൂം ചെയ്താൽ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അവിടെ വിജയുടെ ഇന്ന് രാവിലെ തന്നെ ഒരു DJ പാർട്ടിയോടെ ആയിരുന്നു ഇവിടുത്തെ പരിപാടികളൊക്കെ ആരംഭിച്ചത് എന്ന് തന്നെ വേണം പറയാം. 5 മണിയോടെ തന്നെ ആരാധകർ ഇവിടത്തേക്ക് എത്തുന്നു. അതും വലിയ കൂട്ടം തന്നെ. ഇവിടുത്തെ നേരത്തെ വിഷ്വൽ കണ്ടാൽ അറിയും വലിയൊരു കൂട്ടം ഇവിടത്തേക്ക് എത്തുന്നു. അങ്ങനെ ആ കൂട്ടം എത്തി അവർ ഇവിടെ നിരന്ന് നിൽക്കുന്നു. DJ പാർട്ടിയൊക്കെ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഇത് 68ാമത്തെ ചിത്രമാണ് വിജയുടേത്. അതും ആബ്സല്യൂട്ട് സിനിമ എന്ന് വേണം നമുക്ക് ഈ സിനിമയുടെ റിലീസ് ഡേറ്റിൽ ഇന്ന് ഒരു ഹിസ്റ്റോറിക്കൽ ഡേ എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു സിനിമ ജനനായകൻ എന്ന അവസാനത്തെ ചിത്രം എത്തുമ്പോൾ സെൻസർ ബോർഡിൽ പ്രശ്നങ്ങൾ വരുന്നു, പല വിവാദങ്ങൾ വരുന്നു. അവസാനം പൊങ്കലിന് റിലീസ് എന്ന് പറയുന്നു. എന്നാൽ അന്ന് റിലീസ് മുടങ്ങുന്നു. ആരാധകരൊക്കെ വലിയ വിഷമത്തിലാകുന്നു. എന്നാൽ ശേഷം CM ആയിട്ട് വിജയ് വലിയ അബ്സല്യൂട്ട് സിനിമയിൽ പോലും സംഭവിക്കാത്ത അത്ഭുതങ്ങൾ നടക്കുന്നു. വിജയ് CM ആകുന്നു. CM ആയതിനു ശേഷം ഇന്ന് സിനിമ റിലീസ് ചെയ്യുന്നു. അത് കാണാൻ തമിഴ്നാട്ടിൽ എന്താണോ ഓളം, തമിഴ്നാട്ട് ആൾക്കാർ എങ്ങനെയാണോ വിജയെ ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലുള്ളവരും വിജയെ ആഘോഷിക്കുന്നതായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് കയറിയപ്പോൾ തന്നെ ടൈറ്റിൽ കാർഡ്സ് ഒക്കെ
ഒക്കെ കാണിക്കുന്ന സമയത്ത് തന്നെ വലിയ ശബ്ദമൊക്കെ നമുക്ക് തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് കാണാം. കാരണം വിജയ് സാധാരണ തളപതി വിജയ് ആയിട്ടല്ല, CM വിജയ് ആയിട്ടാണ് അവർ സ്ക്രീനിലേക്ക് ജനനായകനെ കാണുന്നത്. ഒരു കാലഘട്ടത്തിന് ശേഷം വിജയുടെ സിനിമകളൊക്കെ അങ്ങനെയായിരുന്നു, പൊളിറ്റിക്സ് പറയുന്നതായിരുന്നു. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ശരി സനീസ, അതേപോലെ തന്നെ കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും ഏറെ ആവേശം എന്നുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടേഴ്സ് പങ്കുവച്ചത്. നമുക്കറിയാം, ഒരു 6 മാസത്തിനപ്പുറം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ വലിയ ആവേശം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. സൈഫുനിസ, മുബാറക്, സനിസ എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്.